Globbing and Export കമാൻഡ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് Globbing, Export കമാൻഡ് എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുവാൻ നിങ്ങൾക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിചയമായിരിക്കണം. അല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്കായി കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയലിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 1204 OS, GNU ബാഷ് വെർഷൻ 4.1.10 എന്നിവയാണ്. ദയവായി GNU ബാഷ് പതിപ്പ് 4 അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത പതിപ്പുകൾ ഈ ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുവാൻ ശുപാർശ ചെയ്യുന്നു. ഗ്ലോബിംഗ് എന്ന ആമുഖത്തോടെ നമുക്ക് തുടങ്ങാം. ബാഷ് എന്നതിലെ ഫയൽ നെയിം അല്ലെങ്കിൽ പാത്ത് നെയിം ഗ്ലോബിംഗ് എന്നറിയപ്പെടുന്നു. ഗ്ലോബിംഗ് വൈൽഡ് കാർഡുകൾ തിരിച്ചറിയുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് വൈൽഡ് കാർഡ്സ്, ക്യാരക്ടേഴ്സ്, ആസ്റ്ററിസ്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. Ctrl+Alt+T എന്നിവ ഒരേ സമയം കീബോർഡിൽ അമർത്തി ടെർമിനൽ വിൻഡോ തുറക്കുക. ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക ls സ്പേസ് *.sh എന്റർ അമർത്തുക. നിലവിലെ ഡയറക്ടറിയിൽ .sh എന്ന എക്സ്റ്റൻഷൻ ഉള്ള എല്ലാ ഫയലുകളും ഇത് താരതമ്യപ്പെടുത്തുന്നു. ഇവിടെ എല്ലാ sh ഫയലുകളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രോംപ്റ്റിനെ ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക ls സ്പേസ് s*.sh എന്റർ അമർത്തുക. നമുക്ക് s*.sh എന്ന ക്യാരക്ടറോട് കൂടെ തുടങ്ങുന്ന എല്ലാ ഫയലുകളും s കൂടാതെ sh എക്സ്റ്റൻഷൻ മാച്ച് ചെയ്യുന്നു. നമുക്ക് നീങ്ങാം. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക ls സ്പേസ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് a ഹൈഫൻ c ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് *.sh എന്റർ അമർത്തുക. ഇത് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഫയലുകൾ മാച്ച് ചെയ്ത് പ്രദർശിപ്പിക്കും. ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അക്ഷരങ്ങളിൽ തുടങ്ങുന്ന എല്ലാ ഫയലുകളുടെയും ലിസ്റ്റ് നമ്മൾ കാണുന്നു. ഈ ഫയലുകൾക്ക് sh എക്സ്റ്റൻഷൻ ഉണ്ട്. ഇപ്പോൾ മുൻപോട്ട് പോകാം. ls സ്പേസ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ക്രിയേറ്റ് സൈൻ a ഹൈഫൻ c ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് *.sh എന്റർ അമർത്തുക. ഇത് എക്സ്റ്റൻഷൻ sh ആയ ഫയൽ നെയിം ആയി മാച്ച് ചെയ്യുന്നു. A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C എന്ന ക്യാരക്ടറോട് കൂടെ തുടങ്ങുന്നവ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഫയൽ നെയിമുകൾ A, B അല്ലെങ്കിൽ C എന്ന അക്ഷരം ഉപയോഗിച്ച് ആരംഭിക്കുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. പ്രോംപ്റ്റിനെ ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക ls സ്പേസ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ക്യാപിറ്റൽ A സ്മോൾ a ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് *sign.sh എന്റർ അമർത്തുക. അപ്പർ, ലോവർ എന്നീ കേസുകളിൽ തുടങ്ങുന്ന ലെറ്റർ A എന്നതിലുള്ള എല്ലാ ഫയൽ നെയിമുകളും മാച്ച് ചെയ്യുന്നു. ഔട്ട്പുട്ട് നോക്കുക. ലോവർ കേസ് a എന്നതിലും എക്സ്റ്റൻഷൻ sh എന്നതോടുകൂടിയ എല്ലാ ഫയൽ നെയിമുകളും ലിസ്റ്റ് ചെയ്യുന്നു. ബാഷിൽ എക്സ്പോർട്ട് കമാൻഡ് ഇപ്പോൾ കാണാം. നമ്മുടെ സ്ലൈഡുകൾ എന്നതിലേക്ക് തിരിച്ചു പോകുക. ബാഷിൽ വേരിയബിളുകൾക്ക് അവയുടെ സ്വന്തം ഷെൽ ലോക്കൽ ആണ്. ലോക്കൽ വേരിയബിൾസ് സെയിം ഷെൽ അല്ലെങ്കിൽ കറന്റ് ഷെല്ലിൽ ഉപയോഗിക്കുന്നു. എക്സ്പോർട്ട് കമാൻഡ് എൻവൈറൻമെന്റ് എന്നതിലേക്ക് എല്ലാ ചൈൽഡ് പ്രോസസ് എന്നതിനുള്ള വേരിയബിൾ അല്ലെങ്കിൽ ഫങ്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നു. ഗ്ലോബൽ വേരിയബിളിലേക്കുള്ള ലോക്കൽ വേരിയബിൾ മാറ്റുന്നതിനും സാധിക്കും. നമ്മൾ ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കും. ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക myvar equal to sign lan എന്റർ അമർത്തുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക echo സ്പേസ് $myvar എന്റർ അമർത്തുക. ലൈൻ അച്ചടിച്ചിരിക്കുന്നു. ഇത് വേരിയബിൾ myvar നൽകുന്ന മൂല്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ഷെൽ നാവിഗേറ്റ് ചെയ്യാം. ഒരു പുതിയ ഷെൽ എന്നതിലേക്ക് പോകുവാൻ പുതിയ ടെർമിനൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം /bin/bash
എന്റർ അമർത്തുക. ഇപ്പോൾ myvar വേരിയബിളിന്റെ മൂല്യം പരിശോധിക്കുക. ടൈപ്പ് ചെയ്യുക echo സ്പേസ് $sign myvar. എന്റർ അമർത്തുക. ഒരു ശൂന്യമായ വരി പ്രിന്റ് ചെയ്യുന്നു. ഇതിനർത്ഥം വേരിയബിൾ myvar എന്നത് ഷെൽ എന്നതിലേക്ക് മാറ്റിയിട്ടില്ല എന്നതാണ്. വേരിയബിൾ myvar എന്നത് മുൻപത്തെ ഷെല്ലിൽ ലോക്കൽ ആണ്, എന്നാൽ ഇപ്പോഴത്തെ ഷെല്ലിൽ അല്ല. എക്സിറ്റ് ടൈപ്പ് ചെയ്ത് നമ്മെ നമ്മുടെ പഴയ ഷെല്ലിലേക്ക് തിരിച്ചു പോകുവാൻ ശ്രമിക്കുക. ഗ്ലോബൽ വേരിയബിൾ ആയി പ്രഖ്യാപിക്കുവാൻ എക്സ്പോർട്ട് കമാൻഡ് ഉപയോഗിക്കേണ്ടതാണ്. നമുക്ക് പഠിക്കാം. ടൈപ്പ് ചെയ്യുക എക്സ്പോർട്ട് സ്പേസ് myvar sign lan. എന്റർ അമർത്തുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക echo സ്പേസ് $sign myvar. എന്റർ അമർത്തുക. ലൈൻ എന്നത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമുക്ക് മറ്റൊരു ഷെൽ എന്നതിലേക്ക് നാവിഗേറ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുക /bin/bash. എന്റർ അമർത്തുക. പ്രോംപ്റ്റ് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക echo സ്പേസ് $sign myvar. ലൈൻ പ്രദർശിപ്പിക്കുന്നു. ഇത് myvar ഗ്ലോബലായി എക്സ്പോർട്ട് കമാൻഡ് ഉപയോഗിച്ച് വേരിയബിൾ പ്രഖ്യാപിച്ചതിനാലാണ്. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. നമുക്ക് ചുരുക്കാം. സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഗ്ലോബിംഗ് എക്സ്പോർട്ട് കമാൻഡ്. ഒരു അസൈൻമെന്റ് ആയി ഗ്ലോബിംഗ് എന്ന വിഭാഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ ബാഷ് സ്ക്രിപ്റ്റ് എഴുതുക. ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് ഫോസി, സ്പോക്കൻ ട്യൂട്ടോറിയൽ എന്നീ ടീമുകൾ സംഭാവന ചെയ്തു. ഇത് ഐറ്റ് ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.